ഇപ്പൊ നമുക്കെപ്പോഴും ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു വലിയൊരു മഹാനാടാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ ചെറുപ്പകാലം അഭിനയിക്കാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷം. സന്തോഷത്തിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത്, ഞാൻ സത്യം പറഞ്ഞ ആദ്യം സിനിമയ്ക്കകത്ത് ചെയ്യണമെന്ന് ഒരുപാട് ഭയങ്കര പാഷൻ കൊണ്ട് നടന്നിരുന്നൊന്നുമില്ല. എങ്ങനെ പിന്നെ എത്തിപ്പെട്ടത് സിനിമയിലോട്ട്? ഞാൻ ആദ്യം സിനിമകൾ പാടുമായിരുന്നു. ലൈക്ക് 3-4 മൂവീസിൽ ഞാൻ പാടിയിട്ടുണ്ട്. കോറസ്, കുട്ടികൾ പാടുന്ന കോറസ് ഉണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഫീൽഡിലോട്ട് ഇങ്ങനെ കാലുകുത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വെച്ച് പലരെയും പരിചയപ്പെടും. പിന്നെ എനിക്ക് സത്യനന്ദികാട് സാറിനെ പരിചയപ്പെടാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് തൊട്ടാണ് എന്നെ മനസ്സിനക്കരയിലോട്ട് സത്യൻ സാർ തന്നെയാണ് ഡയറക്ടറായിട്ട് എടുത്തത്. പിന്നെ ബാക്കിയുള്ള മൂവീസ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങി. അപ്പോൾ അന്നൊന്നും നമുക്ക് ആക്ടിങ് വലിയ ആക്ടിങ്ങിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല. കുട്ടിയല്ലേ, ആക്ഷൻ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു, അതെന്തോ ആ സമയത്ത് കൃത്യമായിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. ലൈക്ക് ടൈമിങ്ങും ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമയെ കാണുന്ന വേറൊരു രീതിയിലാണ്. ലൈക്ക് സീൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അത് വായിക്കുമ്പോൾ മൊത്തത്തിൽ ലൈക്ക് നമ്മുടെ വ്യൂ തന്നെ മാറും മൊത്തത്തിൽ. അപ്പോൾ ലാലേട്ടൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ചപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നല്ലേ? നമ്മൾ അവിടെ ഇരുന്നു. അതെ, ഞാൻ പക്ഷെ ആ സമയത്തൊക്കെ ഞാനതിങ്ങനെ ചെയ്തു പോയിന്നുള്ളൂ. റെക്കഗ്നീഷൻ കിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓ സിനിമയിൽ അഭിനയിച്ചാൽ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയി കഴിഞ്ഞിട്ട് വലിയ സംഭവം ഉണ്ടല്ലേ എന്നുള്ളത്. കാരണം എല്ലാവർക്കും സെലിബ്രിറ്റി ആവാനായിട്ട് വലിയ താല്പര്യം. 4 ആൾ അറിയാമെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്ക് പക്ഷെ അന്ന് ലൈക്ക് സെലിബ്രിറ്റി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സ്കൂളിൽ ഇവരെ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ അപ്പുറത്തുള്ളതിനോട് ചോദിക്കും, സെലിബ്രിറ്റി എന്ന് വെച്ചാൽ എന്താ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, ലിറ്ററലി ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും എനിക്കറിയില്ല എൻ്റെ ഞാൻ അത്രയും വലിയൊരു ഹൈപ്പ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വലിയ സംഭവമാണെന്നുള്ള ഒരു സാധനം കൊടുത്തിട്ടില്ല. പക്ഷെ ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയും പിന്നെ ഓ മോഹൻലാലിൻ്റെ കുട്ടിക്കാലം, ലാലേട്ടൻ്റെ കുട്ടിക്കാലം ചെയ്ത കൈന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സംഭവമാണല്ലോ, കൊള്ളാമല്ലോ, ആ ഒരു ഫീൽ കിട്ടി. അപ്പോഴാണ് ലൈക്ക് സിനിമ എന്നുള്ളൊരു മീഡിയത്തിൻ്റെ ആ ഒരു റീച്ചും പവറൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിഷിൻ പറഞ്ഞപ്പോൾ പാട്ടൊക്കെ പാടാറുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാട്ട് പാടാമോ? 2 വരി. പാട്ട് പാടാറുണ്ട്. പാട്ട് കൂടുതൽ പഠിച്ചിരിക്കുന്നതാണ്. ചെറുതിലെ പോയിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കാണ് പഠിച്ചിട്ടുള്ളത്. പഠിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ കറക്റ്റ്. അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ പിന്നെ നിർത്തി. ലൈക്ക് മ്യൂസിക് ടീച്ചറായിരുന്നോ? ആര്? ഞാനോ? മ്യൂസിക് ടീച്ചറായിരുന്നില്ല, ഞാൻ പഠിക്കാൻ പോയത്. പക്ഷെ അവർ പഠിപ്പിക്കുന്നത് എനിക്ക് ശാസ്ത്രീയ സംഗീതത്തിനോട് എന്താ ലൈക്ക് അങ്ങനെ മോശം പറയണതല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് കിട്ടി ചെയ്തു നോക്കും. നമ്മൾ സാധാരണ പാടുന്ന പോലെ എല്ലാവരും പാടുന്ന പോലെ മെലഡീസ് ഒക്കെ ഒന്ന് പാടി, മെലഡീസാണ് കൂടുതൽ താല്പര്യം. ആകാശം പോലെ ഉയരെ ദൂരത്തു ചാരത്തു അനുരാഗീരിയുമ്പോൾ പുനരാവി വിരഹാഗ്നിയിൽ എരിഞ്ഞാളുന്ന രാവിൽ തിരനുറനീയുന്ന തീരങ്ങളിൽ പുലർക്കാലം പോരും വഴിയോരങ്ങളിൽ ഓർക്കുവാനാ ഒരാൾ മാത്രം പാതിയാത്മാവേ വീഞ്ഞുമായി വന്നു. മഴയിലുമീത്തേയാളുന്നു കര കാണാത്തരാവിൽ മറവികൾ തൊടുമോർമ്മയെ ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരും ചാരത്തോ അനുരാഗത്തിരിയുമ്പോൾ ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിൻ്റെ കൊതിയാണ്.
യുവർ വോയിസ് സോ സ്വീറ്റ്. താങ്ക് യു. ഞാൻ ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ തന്നെ വിചാരിച്ചാണ് നല്ല നല്ല വോയിസ് ആണല്ലോ എന്ന്. സംസാരിക്കുന്നുണ്ടോ? അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. സൗമ്യമായ സൗമ്യമായ ശരിയാ. അപ്പൊ തന്നെ പുറത്തോട്ട് വരുന്നില്ല, അത്രേ വരുന്നുള്ളൂ. അല്ല, പക്ഷെ ഞാൻ അപ്പൊ തന്നെ ആലോചിച്ചായിരുന്നു, ആ നല്ല സൗണ്ട് ആണല്ലോ. അപ്പൊ പാട്ട് പാടുന്നും കൂടെ പറഞ്ഞപ്പോ ഓക്കെ, ഇത് ഞാൻ പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. നല്ല വോയിസ് ആയിട്ട് നല്ലൊരു പ്ലേ ബാക്ക് സിംഗറിന്റെ ഭാവി കാണുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നല്ല പാട്ടൊക്കെ പാടിയിട്ട്. എനിക്ക് പാട്ട് പാടുന്ന ഇഷ്ടമാണ്. ബട്ട് ലൈക്ക് നമ്മൾ ഈ ഒരു ആക്ടിങ് എന്നുള്ളൊരു സാധനം ഈ ഒരു ലൈനിൽ തന്നെ പിടിച്ചു വന്നുകൊണ്ട് എനിക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാലും നമ്മളിപ്പോ ആക്ടിങ്ങിന്റെ ഒപ്പം തന്നെ ഒരുപാട് പേര് സിംഗർ നമ്മൾ ഏത് രീതിയിലാണ് ഡൈവേർട്ട് ചെയ്ത് പോകാന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പാട്ട് പാടാനും പറ്റും, അഭിനയിക്കും. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഒരു എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.